ഉപബോധ മനസ്സ് എല്ലാ കാര്യങ്ങളും വർത്തമാനകാര്യത്തിൽ മാത്രം ചിന്തിക്കുന്നു. ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അതിന് ഒന്നും അറിയില്ല. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുവാനുള്ള അവസരവും. എല്ലായ്പ്പോഴും നുണ പറയുന്ന സ്ത്രീകളെ അകറ്റി നിർത്തുക. പറക്കാൻ ചിറകുകൾ വേണമെന്നില്ല, ഉള്ളിൽ ഒരു ആകാശം ഉണ്ടായാലും മതി. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ഒരാളെ സത്യസന്ധമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ അപരാധങ്ങൾ നമ്മളോട് കാണിച്ചാലും അയാളോടുള്ള സ്നേഹം പൂർണ്ണമായും ഇല്ലാതാകുകയില്ല. ഒരിക്കൽ നിങ്ങൾ പിറകോട്ട് നോക്കുകയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ വളരെ നിസ്സാരമായിരുന്നു എന്ന് തിരിച്ചറിയുക. സ്വന്തം കഴിവിൽ ഒന്നും ജീവിതത്തിൽ ഒന്നുമാകാൻ കഴിയില്ലെന്ന് സ്വയം തോന്നുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു കള്ളമാണ്. നമ്മൾ ഒന്നുമില്ലാതെ വരുന്നു, ഒന്നുമില്ലാതെ പോകുന്നു. നമ്മുടെ സുന്ദരമായ ജീവിതത്തിൽ നമുക്ക് നേടാനാകുന്ന ഒരു മഹത്തരമായ കാര്യം ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയ ഓർമ്മയും ആരുടെയെങ്കിലും ഹൃദയത്തിൽ ചെറിയ ഒരു സ്ഥാനവും. ദൂരെ കണ്ടപ്പോൾ മിന്നിത്തിളങ്ങി അവയെല്ലാം അടുത്തെത്തിയപ്പോൾ വെറും വളപ്പൊട്ടുകളാണെന്ന് അറിയുന്നത് വലിയ പരാജയം തന്നെയല്ലേ? അവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ സമയവും സമ്പത്തും സമാധാനവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മനസ്സ് കാന്തം പോലെയാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ പ്രശ്നങ്ങളെ ആകർഷിച്ചെടുക്കും. എന്നാൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അനുഗ്രഹങ്ങൾ നിങ്ങൾ ആകർഷിച്ചെടുക്കും. രണ്ടു സാഹചര്യങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കുക. ഒന്ന്, നിങ്ങളുടെ വാക്കുകളിൽ നിന്നും നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോൾ. രണ്ട്, ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾ നിങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കുമ്പോൾ. പ്രചോദനം ഉള്ളപ്പോൾ നഷ്ടപ്പെടുന്നത് നാണക്കേടായി കണക്കാക്കില്ല. ഇത് തിളക്കമുള്ള ഭാഗത്തേക്കുള്ള നിങ്ങളുടെ ചെറിയ ചുവടാണ്. എൻ്റെ സന്തോഷങ്ങളുടെ താക്കോൽ എൻ്റെ കയ്യിലാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതലാണ് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് വിജയം എന്ന് പറയുന്നത്. ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ട് തരത്തിൽ ചിന്തിക്കുക. വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യം മറക്കുക. അതുപോലെ തന്നെ കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെയും മറക്കുക. അവഗണിക്കുന്നവരെ തിരിച്ചും കൂടുതൽ ഭംഗിയായി അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറുന്നതാണ്. കൂടെയുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ടെന്ന് മറന്നു പോകരുത്. അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഭാരമായി തോന്നാം. സമൂഹം നന്നാവണമെങ്കിൽ വ്യക്തികളിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കണം. സ്വയം നന്നാവുക എന്നതാണ് ആദ്യത്തെ നന്മയുടെ പാഠം. തിരമാലകൾ എനിക്കിഷ്ടമാണ്. അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. വേദനിപ്പിച്ച മനുഷ്യരിലേക്ക് ഒരിക്കൽ തിരികെ ചെല്ലണം. ജീവിതം പഠിപ്പിച്ചതിന് നന്ദി പറഞ്ഞ് കൈകൊടുക്കണം. കരഞ്ഞിരുന്ന റൂമിലേക്ക് ഒന്നുകൂടെ മടങ്ങിയെത്തണം.
വിങ്ങിപ്പൊട്ടിയ ആ നിമിഷങ്ങളെ ആത്മാഭിമാനത്തോടെ ഓർത്തെടുക്കണം. ധീരമായ കണ്ണുകളോടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ പേഴ്സണാലിറ്റി എന്തുതന്നെയാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അത് ഏതൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും. ബി യുവർ സെൽഫ്. ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി അവൻ്റെ ഭാവി വിലയിരുത്തരുത്. കാരണം കറുത്ത കൽക്കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റാൻ സമയത്തിന് ശക്തിയുണ്ട്. ഒരു പുരുഷൻ നിങ്ങളെ സ്നേഹിക്കുകയും അയാൾ നിങ്ങൾക്ക് വേണ്ടി കരയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുരുഷനെ നഷ്ടപ്പെടുത്തുന്നത് ഒരു സ്ത്രീക്ക് തീരാ ദുഃഖമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. മുൻപ് നമ്മൾ ചെയ്ത കാര്യങ്ങളും തെറ്റുകളും ഒക്കെ ഒരിക്കലും പഴയപടി ആക്കാൻ നമുക്ക് കഴിയില്ല. അതൊക്കെ ഓർത്ത് പശ്ചാത്താപം, കുറ്റബോധം, ഭയം, കോപം ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ഇനിയുള്ള ഓരോ നിമിഷവും ചിലവഴിക്കേണ്ടത് ജ്ഞാനത്തിലും വിവേകത്തിലും സ്നേഹത്തിലും ആയിരിക്കണം. അതാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം. അങ്ങനെയായാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാളും മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിയ സമ്പാദ്യം ഉണ്ടാക്കുന്നവർക്കും ഉള്ളത് വിറ്റുപൊറുക്കി പദവികളിൽ എത്തുന്നവർക്കും മാത്രമേ സന്തോഷം ഒന്നും ഉണ്ടാകണമെന്നില്ല. പലരെയും അത്ര വ്യക്തമായി നമുക്ക് അറിയാൻ സാധിക്കില്ല. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. ഇത് സത്യമാണോ? ഇത് ആവശ്യമാണോ? അതുപോലെ തന്നെ അത് ഉള്ളതാണോ? എന്നിങ്ങനെ 3 കവാടങ്ങളിലൂടെ നിങ്ങളുടെ വാക്കുകൾ കടന്നു പോകട്ടെ. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമേൽ കൈത്താങ്ങാവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്.